ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിലേ ഇന്ന് കോഴികളിൽ നെയ്യ് കെട്ടുന്നതിനെ കുറിച്ചിട്ടുള്ള നെയ്യ് കെട്ടുന്നത് എങ്ങനെയാണെന്നതിനുള്ള പരിഹാരമൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കോഴികളിൽ എങ്ങനെ നെയ്യ് കെട്ടുക എന്നുള്ളത് ഏകദേശം ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് കൂടുതലടങ്ങിയ ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യർക്കാണെങ്കിലും കോഴികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും അത് നന്നായിട്ട് നെയ്യ് കെട്ടും. നമ്മളെ ചോറ്, അതേപോലെ ഗോതമ്പ്, നമ്മളെ ചോറിലും ഗോതമ്പിലൊക്കെ നന്നായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൽ ഗോതമ്പിൽ കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ചോറിൻ്റെതിനേക്കാളും കുറച്ച് കുറവ് ഗോതമ്പിലുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും കോഴികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ലിമിറ്റ് വെച്ചിട്ട് കൊടുക്കുക. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഞാനിത് വൈകുന്നേരം ധാന്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഗോതമ്പ് കൊടുക്കും, അല്ലെങ്കിൽ അരി കൊടുക്കും എന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പലപ്പോഴായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അതേപോലെ ഫുഡ് വേസ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് ഇവിടുന്നും, അതേപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അറിയുന്ന കുറച്ച് ആളുകളുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യണവരൊക്കെ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കോഴി വളർത്തുന്നതിൽ പറയാറുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്ത് അംഗനവാടി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് സ്കൂളുണ്ട്, അപ്പോൾ അവിടുന്ന് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടല്ലോ, അതിൻ്റെ കണ്ടമാനം വേസ്റ്റ് ഉണ്ടാവും, അപ്പോൾ അത് കൊണ്ടുവന്നിട്ടാണ് ഞാൻ കൊടുക്കാറ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മുട്ടയൊക്കെ കിട്ടാറുണ്ട് എന്ന് പറയും. പക്ഷേ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴികളിൽ നെയ്യ് മുറ്റാൻ തുടങ്ങും. അവർക്ക് എങ്ങനെ നെയ്യ് മുറ്റുകയെന്ന് വെച്ചാൽ അവരുടെ കുടലിൽ നെയ്യ് വന്ന് അടിഞ്ഞു കൂടും. അതേപോലെ മുട്ടയിടാൻ ഉള്ള ഭാഗങ്ങളിലൊക്കെ നെയ്യ് വന്ന് അടിഞ്ഞു കൂടുന്ന കാരണം ഇവർക്ക് മുട്ടയിടാണ്ടെന്ന് ഇങ്ങനെ തോന്നിയിട്ട് അവർ കൊട്ടയിൽ പോയിരിക്കും, പക്ഷേ മുട്ടയിടില്ല, അവർ നേരെ വരും. പിന്നെ അത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴികളുടെ ബാക്കൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വീർത്ത പോലെ ഉണ്ടാവും. അതുതന്നെയാണ് നെയ്യ് കെട്ടൽ എന്ന് പറഞ്ഞാൽ. അതിനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കഴിയണതും ഞാൻ ഈ BV380 പോലുള്ള കോഴികളുടെ കാര്യമല്ല കേട്ടോ പറയണത്, നമ്മളെ നാടൻ കോഴികളുടെ കാര്യമാണ് പറയുന്നത്. BV380 കോഴികൾക്ക് നമ്മളുടെ ലെയർ മാഷോ ലെയർ പെല്ലറ്റോ അത് അങ്ങനെ കൊടുക്കണം. നമ്മളെ നാടൻ കോഴികൾക്കും ലെയർ മാഷും ലെയർ പെല്ലറ്റും ഒക്കെ കൊടുക്കുകയാണെങ്കിലും അതൊക്കെ ഫുഡിൽ അതിനൊക്കെ ഒരു കണക്ക്. ഞാനൊക്കെ ഇപ്പോൾ രാവിലെ ഒരു ലെയർ പെല്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു പാത്രമുണ്ട്. ആ പാത്രത്തിന് ഒരു ദിവസം ഇത്ര പാത്രം, ഒരു പാത്രത്തിൻ്റെ അളവുണ്ട്, ആ അളവിൽ ഞാൻ കൊടുക്കുകയുള്ളൂ. അതേപോലെ ഗ്രോവർ കൊടുക്കുന്ന സമയത്താണെങ്കിലും മറ്റേ കോഴികൾക്ക് കൊടുക്കുമ്പോൾ ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഗ്രോവറും കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഫുഡ് വേസ്റ്റും നമ്മൾ ചോളത്തവിടും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇലവർഗ്ഗങ്ങൾ എന്നൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ഒന്നരാടം 2 ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾക്ക് പുല്ലും അതേപോലെ വല്ല പോച്ചയൊക്കെ പറിച്ചിട്ട്, അല്ലെങ്കിൽ വാഴൻ്റെ ഇല അങ്ങനത്തെ, അല്ലെങ്കിൽ ചേമ്പിൻ്റെ ഇല, പപ്പായയുടെ ഇല, അതേപോലെ കോവക്കയുടെ ഇല, അതേപോലെ എന്ത് ഇലകൾ കൊടുത്താലും ഈ കോഴികൾ തിന്നും. കാരണം അവർക്ക് എന്തിട്ട് കൊടുത്താലും അവർ തിന്നും. നമ്മൾ ഈ കൂട്ടിലടച്ചിട്ട കോഴികളല്ലേ, അപ്പോൾ അവരെന്ത് കൊടുത്താലും തിന്നും. അങ്ങനെ ഇലവർഗ്ഗങ്ങൾ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി നോക്കുക. എന്ത് സംഗതി ഒരു ലിമിറ്റ് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പാക്കറ്റ് ഫീഡ് കൊടുക്കുകയാണെങ്കിലും ഓവറായിട്ടൊന്നും കൊടുക്കാൻ പാടില്ല. എല്ലാവരുടെ കാര്യങ്ങളും തന്നെ നമ്മൾ മനുഷ്യർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ലിമിറ്റ് വെച്ചിട്ടും, അതേപോലെ നമ്മൾ ഇത്ര ഒരു ഫുഡിൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ കോഴികൾക്ക് തിന്നാൻ വേണ്ടി കൊടുക്കുക. പിന്നെ അത് ഒരു നേരത്ത് ഇപ്പോൾ നമ്മൾ ലെയർ മാഷും ലെയർ പെല്ലറ്റും ഗ്രോവറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇടനേരത്ത് നമ്മൾ ഇലവർഗ്ഗങ്ങൾ കൊടുക്കാൻ നോക്കുക. എന്ത് ഇലകളാണെങ്കിലും അവർക്ക് കൊടുക്കാൻ നോക്കുക, അവരത് കൊത്തി കഴിച്ചോളും. അങ്ങനെ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് നെയ്ക്കട്ടിൽ മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ നെയ്യ് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെയ്യാറുള്ളത് ടെഫ്രോളിൻ അല്ലെങ്കിൽ ലൈവ്, പിന്നെ 52 ഇല്ലേ, ഇത് രണ്ടും ഞാൻ കോഴികൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ആഴ്ചയിലൊരിക്കൽ ഞാൻ വെള്ളത്തിലൊഴിച്ചിട്ടാണ് കോഴികൾക്ക് കൊടുക്കാറുള്ളത്. പിന്നെ ഈ നെല്ലില്ലേ, നെല്ല് കൊടുത്താലും അതേപോലെ നെയ്ക്കട്ടിൽ ഒഴിവാക്കാൻ പറ്റുമെന്ന് പറയണേക്കാം. അതേപോലെ ഈ പുളിങ്കുരുവിൻ്റെ പൊടിയില്ലേ, അത് കുഴച്ച് വെച്ച് കൊടുത്താലും നെയ്ക്കട്ടിൽ ഒഴിവാക്കുമെന്ന് പറയണേക്കാം. നെല്ലൊന്നും നമുക്ക് കിട്ടാറില്ലല്ലോ, ഞാനതൊന്നും കൊടുക്കാറില്ല. ഞാൻ കൊടുക്കാറുള്ളത് പിന്നെ ടെഫ്രോളിനോ അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ലൈവ് 52 ഇല്ലേ, ഇത് രണ്ടും ഞാൻ ഏതെങ്കിലും ഒന്ന്, ഏതാണോ പിന്നെ കടയിലുള്ളത് വെച്ചാൽ അത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ വാങ്ങിയിട്ട് ആഴ്ചയിലൊരിക്കൽ ഞാൻ കോഴികൾക്ക് പിന്നെ വെള്ളത്തിലൊഴിച്ച് കൊടുക്കാറാണ് കേട്ടോ പതിവ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ആദ്യമൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല. ആദ്യമൊക്കെ ഞാൻ വളർത്തിയിരുന്ന സമയത്ത് കോഴികളിങ്ങനെ പിന്നെ ഇതേപോലെ മുട്ടയിടാൻ വേണ്ടിയിട്ട് കൊട്ടയിൽ പോയിരിക്കും, അവർ മുട്ടയിടില്ല, നീറ്റ് വരും. അങ്ങനെയൊക്കെ ഇങ്ങനെ ആയപ്പോൾ നമ്മൾ അങ്ങനെ ഇതേപോലെ ക്ലാസ്സിൽ ചെല്ലുമ്പോഴൊക്കെ സാറുമാരോടൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ
സാർമാർ പറഞ്ഞു തന്നിരുന്നതാണ് കേട്ടോ, നെയ് കെട്ടിയിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് വേഗം ഇതൊക്കെ മനസ്സിലാവുന്നത്. നമുക്ക് വളർത്തി പരിചയം കൊണ്ടാണല്ലോ നമുക്ക് മനസ്സിലാവുക. ഇപ്പോൾ ഞാൻ എപ്പോഴും ആഴ്ചയിലൊരിക്കൽ ലിവർ ടോണിക്ക് കൊടുക്കും കേട്ടോ. ലിവർ ടോണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കോഴികളിൽ ഉണ്ടാകുന്ന നെയ്ക്കട്ടലൊക്കെ മാറിക്കിട്ടും. പക്ഷെ നമ്മൾ നല്ല ഫുഡ് കൊടുത്തിട്ട് ലിവർ ടോണിക്ക് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും ഞാൻ പറയാറില്ലേ നിങ്ങളോട്, നമ്മൾ ശീലിപ്പിക്കുന്നിടത്താണ് നമ്മളുടെ കോഴികളുടെ കാര്യങ്ങൾ. കോഴി എന്നല്ല, ഏത് മനുഷ്യന്മാർക്കാണെങ്കിലും അവർക്ക് എത്ര തീറ്റ ഇട്ട് കൊടുത്താലും അവർ നേരം വെളുത്ത് വൈകുന്നേരം വരെയും കൊത്തി തിന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അവർക്ക് രാവിലെ ഒരു ഫുഡ് ഇപ്പോൾ ഞാനൊക്കെ രാവിലെ കൊടുക്കും, അത് കഴിഞ്ഞ് 10-12 മണിയൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ ഒന്ന് കൊടുക്കും, പിന്നെ വൈകുന്നേരം കൊടുക്കും, പിന്നെ ഞാൻ തീറ്റ കൊടുക്കാറില്ല. അങ്ങനെ 3 നേരമാണ് ഞാൻ കൊടുക്കുക. അപ്പോൾ പുല്ല് കിട്ടുന്ന സമയത്താകുമ്പോൾ ഇതിൻ്റെ ഇടനേരങ്ങളിൽ ഞാൻ പുല്ല് കൊടുക്കാറാണ്. അവിടെ ഞാൻ പുല്ല് വെട്ടിയിട്ട് അവിടെ കൊണ്ടിട്ട് കൊടുക്കും. പുല്ല് പിന്നെ അല്ലെങ്കിൽ തോട്ടപ്പയറോ അല്ലെങ്കിൽ ഇതിൻ്റെ വാഴൻ്റെ ഇല, അല്ലെങ്കിൽ പപ്പായയുടെ ഇല, അല്ലെങ്കിൽ ചായ മനസ്സിൻ്റെ ഇല, അങ്ങനെ എന്താണോ എനിക്ക്, അല്ലെങ്കിൽ ചേമ്പിൻ്റെ ഇല, എന്താണോ എനിക്ക് കിട്ടുന്നത് വെച്ചാൽ അത് ഞാൻ കൊടുന്നിട്ട് അവിടെ ഇട്ട് കൊടുക്കും. അങ്ങനെ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊത്തി കഴിച്ചുകൊണ്ടിരിക്കും. ഇലവർഗ്ഗങ്ങളൊക്കെ ഒരു നേരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നെയ്ക്കട്ടിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം പിന്നെ ഈ ഫുഡുകളല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ചോറും ഗോതമ്പും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നെയ്യ് കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. കാരണം ചോറിലും ഗോതമ്പിലും നന്നായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ ചോറിനെക്കാട്ടിലും കുറച്ച് കുറവാണ് ഗോതമ്പിലെന്നേ ഉള്ളൂ, എന്നാലും ഗോതമ്പിലുണ്ട്. അതാണ് എല്ലാവരും പറയും ഞാൻ ചോറും ഗോതമ്പ് കൊടുത്തിട്ട് തന്നെയാണ് കോഴിനെ വളർത്താണ് എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ ഒരു നേരം ഗോതമ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൂട്ട് കയറാൻ നേരത്തോ അല്ലെങ്കിൽ രാവിലെ കൂട്ടുന്ന് അഴിച്ചു വിടുന്ന നേരത്തോ ഒരു ലേശം അരിയോ ഗോതമ്പോ കൊടുക്കണ പോലെ ഇല്ല. നമ്മൾ സ്ഥിരം കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു കോഴികളാണെങ്കിൽ ഇപ്പം എൻ്റെ അവസ്ഥ തന്നെ ആലോചിച്ച് നോക്കാമല്ലോ. ഞാൻ കൂട്ടിലിട്ടിട്ട് ഇങ്ങനെ കേജ് സിസ്റ്റത്തിൽ വളർത്തലില്ല എന്നേ ഉള്ളൂ. ഞാൻ ആ കൂട്ടിലാണെങ്കിൽ അത്യാവശ്യം അവർക്ക് ഓടിച്ചാടി നടക്കാനുള്ളൊരു സ്ഥലം എൻ്റെ ഇവിടെ ഉള്ളൂ. പക്ഷേ അവർക്ക് നമ്മൾ എന്ത് ഫുഡും അവർക്ക് ഇതേപോലെ വെച്ച് കൊടുക്കണം, അല്ലാതെ അവർക്ക് വേറെ തിന്നാല്ല. ഇതിപ്പോൾ ഞാൻ വെച്ച് കൊടുത്തുള്ളത് നല്ല ചോളത്തവിടും നമ്മളുടെ വീട്ടിലുള്ള ഫുഡ് വേസ്റ്റും പച്ചക്കറി വേസ്റ്റും അതേപോലെ അങ്ങനെയുള്ള എല്ലാ മീനിൻ്റെ വേസ്റ്റുകൾ, മീനിൻ്റെ മുള്ള്, ഉള്ളിത്തൊലി, അങ്ങനെ എല്ലാം ഞാൻ പറയാറില്ലേ നിങ്ങളോട്, ഞാൻ അങ്ങനെ ഒരു ബേസൺ വെച്ചിരിക്കുകയാണ്. അതിൽക്കാണ് ഞാൻ എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ തലേസത്തെ കഞ്ഞിര വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിൽ കുഴച്ചിട്ടാണ് ഞാൻ കോഴികൾക്ക് കൊടുക്കാറുള്ളത്. നമ്മൾ എന്ത് കൊടുക്കണം, നമ്മളെ കോഴികൾക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതല്ല വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കുക. അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താണോ കൊടുക്കുന്നത് അതുതന്നെ നിങ്ങൾ കൊടുക്കണം എന്നില്ല. നമ്മൾ ഏത് സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ ജീവിക്കണമെന്ന് വെച്ചാൽ ആ സാഹചര്യത്തിനോട് പൊരുത്തപ്പെടിപ്പിച്ചിട്ട് വേണം നമ്മൾ കോഴികളെ ആണെങ്കിലും എന്ത് ജീവികളെ ആണെങ്കിലും വളർത്താൻ. മറ്റുള്ളവർ ചാക്ക് കണക്കിന് സാധനങ്ങളെടുത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ അതിന് പാകം ഉണ്ടാവില്ല. നമ്മൾ ചെറുതല്ലെങ്കിലും വലുതല്ലെങ്കിലും ചെറുതായിട്ടൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളും വളർത്തുന്നത്. അപ്പോൾ നമ്മൾ നെയ് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് ഇതുവരിൽ നിന്ന് തന്നെ മുട്ട വിറ്റിട്ടായാലും എന്തായാലും നമുക്ക് ഒരുപാടൊന്നുമില്ലെങ്കിലും നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുന്ന അത്യാവശ്യം വരുമാനം നമുക്കിതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ എന്നോട് നെയ്ക്കട്ടലിൻ്റെ ഒരു വീഡിയോ ചെയ്യുത്താന്ന് വെച്ചിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതാണ് കേട്ടോ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ നിങ്ങൾ ചോറും ഗോതമ്പും കൂടുതൽ കൊടുക്കണം. ചോറും ഗോതമ്പും എന്നല്ല, എന്ത് ഫുഡും അവർക്ക് കൊടുക്കുന്ന ഏത് ഫുഡും അമിതമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്നത് അവർ എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ അവരുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ അത് അവരുടെ കുടലിലും മുട്ടയിടുന്ന ഭാഗങ്ങളിലൊക്കെ നെയ്യ് കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മുട്ടയിടാൻ വേണ്ടി പറ്റില്ല. അതാണ് പറയണത്. പിന്നെ ആവശ്യത്തിന് മാത്രം ഫുഡ് കൊടുത്താൽ മതി, അനാവശ്യമായിട്ട് നിങ്ങൾ ഫുഡ് കൊടുക്കണ്ട. നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് നേരമൊക്കെ ഓടിക്കളിച്ചിട്ടും അതേപോലെ പാറിയിട്ടൊക്കെ നടക്കട്ടെ, കുറച്ചൊക്കെ അങ്ങനെ അവിടെ ചിക്കി ചകഞ്ഞിട്ടൊക്കെ നടക്കട്ടെ. പിന്നെ ഒരു ടൈം വരുമ്പോൾ മാത്രം കൊടുത്താൽ മതി. നമുക്കറിയാലോ എൻ്റെ കോഴികളൊക്കെ എന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 10-12 മണിയാകുമ്പോൾ അവർക്കറിയാം ആ നേരത്തെ ഫുഡ് കിട്ടുന്നുള്ളത്. അതേപോലെ വൈകുന്നേരത്ത് അസ്ർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാം അരിയോ ഗോതമ്പോ എന്തെങ്കിലും ഒരു സാധനം അവർക്ക് കിട്ടുമെന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതാ പറയണത്. അപ്പം ഞാൻ ഈ 3 നേരത്തെ ഈ സമയങ്ങളിലാണ് ഫുഡ് കൊണ്ടുവരികയെന്ന് അവർക്കറിയാം. പിന്നെ അതേപോലെ നന്നായിട്ട് വെള്ളം വെച്ച് കൊടുക്കുക, അവർക്ക് ഇഷ്ടത്തിന് വെള്ളം വെച്ച് കൊടുക്കുക. എപ്പോൾ നോക്കുമ്പോഴും കൂട്ടിൽ വെള്ളം വേണം. ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ 2 പാത്രത്തിലാണ് ഞാൻ വെള്ളം വെച്ച് കൊടുക്കുക. അത് ഞാൻ എപ്പോഴും വെള്ളം കഴിയണതിനനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാറാണ് കേട്ടോ. അപ്പം അതേപോലെ നിങ്ങൾ എപ്പോഴും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ലിവർ ടോണിക്കുകൾ കൊടുക്കുക. ലൈവ് 52 കൊടുത്താലും വേണ്ടില്ല, ടെഫ്രോളിന് കൊടുത്താലും വേണ്ടില്ല. ഇതിലേതെങ്കിലും ഒരു മരുന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കുക. അതേപോലെ നിങ്ങൾ 3 മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും ഒരു വിര ഇളക്കുക. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മളെ കോഴികൾ സെറ്റായിട്ട് വരും കേട്ടോ. ഞാനിനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.